പാലക്കാട് എത്തിയാൽ കൊല്ലംകോട്ട് വരണം. കൊല്ലംകോട് എത്തിയാലോ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണണം. അതൊരു നാട്ടടപ്പാണ്. എന്തായാലും പഴയ സീതാർകുണ്ടൊന്നല്ല കേട്ടോ. സീതാർകുണ്ട് ആകെ മൊത്തം മാറിയിരിക്കുകയാണ്. കണ്ടില്ലേ, സെറ്റപ്പ് മൊത്തം മാറി. വനം വകുപ്പ് ഏറ്റെടുത്തോടു കൂടി തന്നെ എല്ലാം ഒന്ന് വൃത്തിയായിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പം പക്ഷേ ചെറിയ ഫീസും കാര്യമുണ്ട്. മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 20 രൂപ, പിന്നെ വിദേശികൾക്ക് 100 രൂപ, ക്യാമറയ്ക്ക് 50 രൂപ, വീഡിയോ ക്യാമറ 150 രൂപ. പക്ഷേ ആ 30 രൂപ കൊടുത്ത് അകത്ത് കയറിയാൽ നല്ല വെള്ളച്ചാട്ടം കാണാം. നല്ല സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടേക്ക കാഴ്ച. ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചതാണ് നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അന്നത്തെ സീതാർകുണ്ടല്ല, ഇത് വേറെ സീതാർകുണ്ട്. വിട്ടേക്കാം, വാ. സീതാർകുണ്ടിലെ കാര്യം തൊട്ട് മുന്നേ ആയിട്ട് ടിക്കറ്റ് കൗണ്ടർ ഓപ്പോസിറ്റ് ഒരു വ്യൂ പോയിന്റ് ഒരു പരിപാടിയാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ കരിമ്പ് ജ്യൂസ്, പിന്നെ കുറേ സ്നാക്സ് കാര്യങ്ങൾ, ഇവിടെ പോയി ഊഞ്ഞാൽ അങ്ങനെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വനസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കടയിൽ കുറേ തേന് അങ്ങനെ കുറേ പ്രൊഡക്റ്റ് വെക്കുന്ന കൗണ്ടറും ഉണ്ട്. അത് ടിക്കറ്റ് കൗണ്ടർ തന്നെയാണ്. എന്നാ ഉണ്ട്? സുഖം? നാടെവിടെ? കൊല്ലംകോട്. താങ്ക് യു. കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ല. പക്ഷെ ഒന്ന് വൃത്തിയായി കാര്യങ്ങളൊക്കെ അല്ലേ? വർക്കിംഗ് ഡേ, വീക്കെൻഡ് ഡേ എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിലയിൽ എല്ലാ ദിവസവും അത്യാവശ്യം തിരക്കുണ്ട്. ഓരോ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകും തോറും സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നു. അത് പണ്ട് ഓർമ്മയില്ലേ? പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല. കല്ലും മണ്ണും നിറഞ്ഞ പാതയായിരുന്നു. കിടച്ചു കഴിഞ്ഞാൽ 2-3 സ്റ്റോൺ ബെഞ്ചും കാര്യങ്ങൾ ഇരിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം. ഇതാണ് സാർ നമ്മുടെ സീതാർകുണ്ട്. പണ്ട് വേലി ഉണ്ടായിരുന്നില്ല. ഇതിലാണ് കുറെ ആൾക്കാർ പടുകും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ കാരണം കൊണ്ട് നമ്മൾ DFO വന്നിട്ട് ഇവിടെ കമ്പി വേലിയൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കുറവാണ്. നമ്മൾ ഈ വെള്ളം എപ്പോഴും ഏത് സമയത്തും ഉണ്ടാവും. നമ്മൾ സീത വന്ന് കുളിച്ചു എന്ന് പറഞ്ഞാൽ അത് സീത വന്ന് കുളിച്ച കാൽപാദം അവിടെ 2 ഉണ്ടായിരുന്നാണ് മാഞ്ഞു പോയി. അവിടെ ഒരു താമരപ്പൂ കുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് സീതാർകുണ്ട്. അത് സന്യാസിക്കുണ്ട്, അത്തിക്കുണ്ട്, ചെള്ളിക്കുണ്ട്, നെല്ലിയാമ്പതി. ഇതാണ് 4 ഘട്ടങ്ങളായിട്ടാണ് ഇവിടുത്തെ. അപ്പൊ നെല്ലിയാമ്പതിയുടെ മലനികൾ വരുന്ന എല്ലാ വെള്ളവും കൂടി ഫോക്കസിങ് കൊണ്ടാണ് ഇതിലാണ് വരിക. പലയപ്പാണ്ടി വേറെ, ഇത് പോത്തുപാറ, പുലയമ്പാറ അങ്ങനെ വരുന്ന വെള്ളം മൊത്തം ഇതിലെയാണ് പോകുന്നത്. അതെ. പക്ഷെ നമ്മുടെ പണ്ടത്തെക്കാളും കുറെ മാറി. നല്ലോണം മാറി. സാധാരണ ആരും നോക്കാറില്ല, ഒന്നുമില്ല. വരും, കുളിക്കും, അതിന് അബദ്ധത്തിൽ പെടും. അങ്ങനെ ഫയർഫോഴ്സും ആരെങ്കിലും വരും, കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു ഇവിടെ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ നല്ല സേഫ്റ്റിയാണ് സാർ. എല്ലാവരും ഇപ്പൊ ആളുണ്ട്. സാറന്മാരൊക്കെ നല്ല നിലയ്ക്കാണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഓരോ ഭാഗത്തും ഓരോ വാച്ചർമാരും നിർത്തിയിട്ടുണ്ട്. നമുക്ക് മേലെ മുകളിൽ പോവാം. ഓക്കെ സാർ, നമ്മുടെ നെല്ലിയാമ്പതി ബി പോയിന്റ് ഒക്കെ കാണണ്ടേ? തന്നെ വരും സാർ. നമ്മുടെ നെല്ലിയാമ്പതി ബി പോയിന്റ് ആണ് ആ മോളിൽ കാണുന്നത്. ടോപ്പില് ഭയങ്കര രസമാണ്. അല്ല, പണ്ടേ 8 മാസം മുന്നേ വരെ ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഇതൊന്ന് പിന്നെ അങ്ങനെ വരും. ഇത് കെട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ ആരും അങ്ങനെ, ഞാൻ പറഞ്ഞത് നമ്മൾ അന്ന് വന്നിട്ടേ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ മൊത്തം മാറിപ്പോയിട്ടോ. അതായത് 30 രൂപ കൊടുത്താൽ ഒരു നഷ്ടം പറയാനില്ല. ഇനിയും പോകാൻ പറ്റും. പിന്നല്ല, ഇതാണ് നമ്മുടെ വഴി. ഇതേ വരുന്ന ആൾക്കാർ മുഴുവൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് വഴിക്ക് വീഴുന്ന കാരണം കൊണ്ട് നമ്മളിവിടെ അപായങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗേറ്റ് അടച്ചിട്ട് പിന്നെ ആന ഇറങ്ങുന്നതിന്റെ ഭാഗമുണ്ട്. അപ്പൊ എല്ലാം ഫെൻസിങ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് എൻട്രി ഇവിടെ വരെയാണ്. അല്ല, മോളുണ്ട്. ഇനി മോളുണ്ട് സാർ, പതുക്കെ നടക്കണേ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഇതുവരെയ്ക്ക് നമ്മുടെ എൻട്രി ഉള്ളൂ ഇതുവരെ. അതായത് താഴെ നോക്കും 110 മീറ്റർ. എത്ര? 110 മീറ്റർ വരെ വരും എൻട്രി. അതെ സാർ. അതെ. ഫോറസ്റ്റ് മുഴുവൻ കാടാണ്, ജഗതി പറഞ്ഞ പോലെ. അതെ സാർ. അതെ കാടാണ്. താഴെയാണ് സീതാർകുണ്ട്. അത് നീർക്കാക്കിയല്ലത്? അത് നീർക്കാക്കാം. നമ്മളെ ഇത് വരുന്നത് സന്യാസിക്കുണ്ടാണ്. അപ്പുറം അപ്പൊ അത്തിക്കുണ്ടിലെ പ്രവേശനം ഉണ്ടല്ലോ? അല്ല, അത് ഏറ്റവും ടോപ്പല്ലേ? ചെള്ളിക്കുണ്ടെന്നൊക്കെ പറയുന്നത് ഏറ്റവും ടോപ്പാണ്. അതിന് താഴെയാണ് അത്തിക്കുണ്ട്, അതിന് താഴെയാണ് സന്യാസിക്കുണ്ട്, അതിന് താഴെയാണ് സീതാർകുണ്ട്. നെല്ലിയാമ്പതി മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അത് പാറക്കെട്ടിലൂടെ ഇങ്ങനെ കുതിച്ച് ഇരമ്പി എത്തുമ്പോൾ നല്ല തണുപ്പ്, കൂടെ നല്ല തണുത്ത കാറ്റും. സീതാർകുണ്ട് അത് വല്ലാത്തൊരു ഫീലാണ്. നല്ല ഐസ് പോലെ ഇരിക്കും. ഐസ് എത്ര കണ്ടാലും മതി വരാത്ത പാലക്കാട്ടേക്ക്
കാഴ്ചകൾ കൊണ്ട് വർണ്ണവിസ്മയം തീർക്കുന്ന എൻ്റെ പാലക്കാട്ടേക്ക് വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം വിട്ടേക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.